എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ സാഞ്ചി അവൻ തീർത്തു പറയും, ഞാനൊരിക്കലും എൻ്റെ കൈ കൊണ്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്യില്ല. കാരണം എൻ്റെ കൈ അത് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ ചേർത്ത് പിടിക്കാനും എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും ഒക്കെയാണ്. നിങ്ങൾക്ക് നല്ലത് എൻ്റെ കാലാണ്. എൻ്റെ കാല് ടച്ച് ചെയ്യാൻ പോലും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ല. പക്ഷേ എൻ്റെ അച്ഛനായതുകൊണ്ട് മാത്രം ഞാൻ കാല് വെച്ച് നിങ്ങളോട് ഫൈറ്റ് ചെയ്യാം. അത് കേട്ട് സാഞ്ചിയുടെ പപ്പയാണെങ്കിൽ പല്ല് കടിക്കും. നിനക്കിപ്പോ നിന്റെ പപ്പയോടും സിബ്ലിങ്സിനോടും അല്പം പോലും മര്യാദയില്ല അല്ലേ? നിന്നെ തീർച്ചയായിട്ടും ഞാൻ മര്യാദ പഠിപ്പിക്കും. ഇത്രയും കാലവും നീ വെറും ഒരു കുക്കായിട്ട് നമ്മുടെ റോയൽ ഫാമിലിക്ക് ഒരു അപമാനമായിട്ട് ജീവിച്ചു. ഇനി ഞാൻ നിന്നെ അതിന് അനുവദിക്കില്ല. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നന്നായിട്ട് നീ ഞങ്ങളോടൊപ്പം ഒതുങ്ങിക്കൂടി ഇവിടെ ജീവിക്കണം. അല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് നീ മരിക്കണമെന്ന് പറഞ്ഞ് ആളങ്ങനെ ചാടി ഗരുഡ പവർ ഉപയോഗിച്ച് സാഞ്ചി അറ്റാക്ക് ചെയ്യും. അതിന് സാഞ്ചിയും അവൻ്റെ കാലിൽ ഫയർ കൊണ്ടുവന്ന് ആളെ അറ്റാക്ക് ചെയ്യാൻ ക്ലോസ് എത്തും. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ അതുപയോഗിച്ച് സാഞ്ചിയുടെ പപ്പ സാഞ്ചിയുടെ മുഖത്ത് ആഞ്ഞടിക്കും. സാഞ്ചിയുടെ പവറിനെ അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യണമെന്ന് ആൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവരുടെ ടെക്നോളജി പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി സാഞ്ചിയുടെ എല്ലാ സ്കില്ലും ആൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യണമെന്നും ആൾ മനസ്സിലാക്കി. പപ്പയുടെ അറ്റാക്കിൽ സാഞ്ചി അങ്ങനെ അട്ടിച്ച് താഴെ വീണ് തകർന്ന് കിടക്കുകയാണ്. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ അപ്പോഴും യാതൊരു കൂസലുമില്ല. വീണ്ടും ഒരു സിഗരറ്റ് എടുത്ത് വലിച്ച് അവൻ പഴയ മെമ്മറീസിലേക്ക് പോവും. പപ്പയെ അവൻ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം അവന്റെ മനസ്സിലുണ്ടോ എന്നവൻ ആലോചിക്കും. എന്തെങ്കിലും ഒരു ചെറിയ പോസിറ്റീവ് കാര്യം അവന്റെ പപ്പ അവന് ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് അവൻ അങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരാണ്. പക്ഷെ മനസ്സിന്റെ ഒരു കോണിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും സാഞ്ചിയെ കൊണ്ട് കണ്ടെത്താനാവില്ല. കണ്ണീരുണങ്ങാത്ത ഒരു ദിവസം പോലും അവന് ചെറുപ്പത്തിലുണ്ടായിരുന്നില്ല. ക്രൂരനായിട്ടുള്ള അവന്റെ പപ്പ വളരെ ചെറുപ്പത്തിൽ അവനെ ആർക്കായിട്ടുള്ള സെല്ലിൽ പോലും ഭക്ഷണം കൊടുക്കാതെ ഒരുപാട് കാലം അടച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഓർത്ത് സഞ്ജി അവൻ വീണ്ടും കാലിൽ ഫയർ ക്രിയേറ്റ് ചെയ്ത് അടിക്കാനായിട്ട് ചാടി എഴുന്നേക്കും. അടുത്ത നിമിഷം അവന്റെ പപ്പ 3 സ്ക്വാഡ്സിനെ അവർക്കിടയിലേക്ക് കൊണ്ടുവരും. ആ സ്ക്വാഡ്സ് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ സാഞ്ചിക്ക് ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് ആവില്ല. സാഞ്ചി ആണെങ്കിൽ അവരോട് മാറി നിൽക്കാനായിട്ട് പറയും. പക്ഷെ അവർ മാറി നിൽക്കാൻ തയ്യാറാവാതെ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും സാഞ്ചിയെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ പപ്പ ഒരു മൂവ്മെന്റ് നടത്തുക. ആളുടെ കയ്യിലുള്ള ആ ഒരു സ്ക്വാഡ് അതവിടെ നിരന്നു നിന്നിരുന്ന 3 പേരിൽ ഒരാളുടെ ബോഡിയിലൂടെ കുത്തി ഇറക്കി സാഞ്ചി അറ്റാക്ക് ചെയ്യും. സാഞ്ചി ഒരു സെക്കൻഡ് അത് കണ്ട് ഫ്രീസ് ആവുകയാണ്. അവൻ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഒന്നും ചെയ്യാൻ കഴിയാതെ അവന്റെ പപ്പയുടെ അറ്റാക്കിൽ അവനും അട്ടിച്ച് താഴെ വീഴും. ആള് കത്തി കുത്തി ഇറക്കിയ ആ ഒരു സ്ക്വാഡ് മാൻ ആളാണെങ്കിൽ സ്പോട്ടിൽ തന്നെ ഡെത്തായി താഴേക്ക് വീഴും. മറ്റുള്ള സോൾജിയേഴ്സ് ആരും തന്നെ ആ മരിച്ചു പോയതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല. അവരെല്ലാവരും സാഞ്ചിയുടെ പപ്പയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. ആക്ച്വലി സാഞ്ചിയുടെ പപ്പ ആളുടെ സോൾജിയേഴ്സിനെ എല്ലാം തന്നെ സ്ലേവ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പോഴും ആ ഒരു ഫോറസ്റ്റ് ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്. അവൻ ഓരോ ഭാഗത്തേക്ക് ഓടി ഒച്ചത്തില് നമ്മുടെ ആൾക്കാരുടെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എവിടുന്നും യാതൊരു റെസ്പോൺസും അവന് കിട്ടില്ല. അതേസമയം അവിടെയുള്ള മരങ്ങളും സോയിലും അവരെല്ലാവരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കും. ലൂഫി ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരുടെ അറ്റാക്ക് വീഴാണ്. പക്ഷെ ലൂഫി അവൻ നായകനാണ്. അവരുടെ അറ്റാക്ക് അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്ത് അവൻ തെന്നി മാറും. മരങ്ങളാണെങ്കിൽ അട്ടിച്ചു പറയും, നിനക്ക് ഇവിടുന്ന് മോചനമില്ല. നീ നിന്റെ ഫ്രണ്ട്സും ഇവിടെ കിടന്ന് ഞങ്ങളുടെ കൈകൊണ്ട് മരിക്കും. ലൂഫിക്കാണെങ്കിൽ അത് ഭയങ്കര ഷോക്ക്. കാരണം മരങ്ങളും സോയിലും ഇതൊക്കെ എങ്ങനെ ഓരോ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. മാത്രമല്ല ഒറ്റകൾ ഒരു കാരണവുമില്ലാതെ ഇപ്പൊ ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്ന് മനസ്സിലാക്കിയ ലൂഫി അവനാണെങ്കിൽ കാറ്റ് ഉപയോഗിച്ച് അങ്ങനെ അവന്റെ ബോഡി വീർപ്പിച്ചെടുക്കും. ട്രീസ് അച്ചറം പൊച്ചറം ലൂഫി ആഞ്ഞടിക്കും. പക്ഷെ അവരുടെ ഇടിയൊക്കെ സ്പിൻ ചെയ്ത് തിരികെ പോവും. ലൂഫി ചാടി വന്ന് അതിലൊരു ട്രീയെ ആഞ്ഞെട്ടിക്കുകയാണ്. മര്യാദയ്ക്ക് എന്റെ വഴിയിൽ നിന്ന് മാറി നിന്നോ. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുമെന്ന്. എനിക്കിപ്പോ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ തീരെ ടൈമില്ല. എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കണ്ടെത്തണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബ്രൂക്കിനെയും പെട്രോയും കാണിക്കും. അവർ രണ്ടുപേരും ആ സബ്മറീനില് ലേക്കിലൂടെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് വരും. സബ്മറീൻ അതെവിടെയെങ്കിലും ഒതുക്കി വെച്ചതിന് ശേഷം വേണം അവർക്ക് ബിഗ് മോമിന്റെ അടുത്തേക്ക് പോയി ആ ഒരു പോണോഗ്ലിഫ് സ്വന്തമാക്കാൻ. ബ്രൂക്കും പെട്രോയും ആണെങ്കിൽ വമ്പം ഗെറ്റപ്പില് ആ ഐലാൻഡിലേക്ക് വരും. അപ്പോഴാണെങ്കിൽ ചില ജനങ്ങള് ഒരു ഹോട്ട് ന്യൂസ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ജിംബയുടെ ഫോട്ടോ
അതൊക്കെ ഉള്ള എല്ലാവരെയും കാണിച്ച് അങ്ങനെ ഓടി നടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ ആ ട്രീസിനോടും സോയിലിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് അവറ്റകളെ തോൽപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പൊ വീണ്ടും അവൻ അവന്റെ ഫ്രണ്ട്സിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ജയന്റ് തല അത് അവന്റെ ശ്രദ്ധയിൽപ്പെടുക. ആണെങ്കിൽ ലൂഫിയോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്റെ തലയിൽ കൊണ്ടുകയറിയ ഈ ഒരു സ്പിയർ അതെങ്ങനെയെങ്കിലും നീ വലിച്ചൂരി തരണം. ലൂഫി ആണെങ്കിൽ ആദ്യം അവൻ പറയുന്നത് മൈൻഡ് ചെയ്യില്ല. അവസാനം അവന്റെ റിക്വസ്റ്റ് കേട്ട് ക്ഷമ നശിച്ച് ആ ഒരു സ്പിയർ അതങ്ങനെ വലിച്ചൂരി കൊടുക്കുകയാണ്. അത് വലിച്ചൂരേണ്ട താമസം അവൻ ലൂഫിയോട് ജ്യൂസ് വേണമെന്ന് പറയും. എനിക്ക് വേണ്ടത് ആപ്പിൾ ജ്യൂസാണ്, അതാ കാണുന്ന ലേക്കിലുണ്ട്, ദയവ് ചെയ്ത് ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് നീ എനിക്ക് കൊണ്ടുവന്ന് തരണം. അത് കേട്ട് ലൂഫിക്കാണെങ്കിൽ കലി ഇളകും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ചോപ്പർ നിൽക്കുന്നത് ലൂഫി കാണുക. ചോപ്പറിനെ കാണുമ്പോൾ അവന്റെ മനസ്സിൽ വലിയൊരു ആശ്വാസം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ സാഞ്ചിയെ കാണിക്കും. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ സിസ്റ്റർ അവന്റെ മുറിവുകളിൽ മെഡിസിൻ ഒക്കെ പുരട്ടി കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇത് ശരിക്കും പഴയ സാഞ്ചി തന്നെ ആണോന്ന്. വാവ്, സത്യത്തില് നിന്റെ പവർ കണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരും ഷോക്കായി, പ്രത്യേകിച്ച് നമ്മുടെ പപ്പ. നീ ഇത്രയും കാലം കൊണ്ട് ഇത്രയധികം ഡെവലപ്പായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയും. ഉടനെ അവരുടെ പപ്പ ഇപ്പൊ സാഞ്ചിയുടെ അടുത്തേക്ക് കടന്നു വരും. പപ്പയെ കാണേണ്ട താമസം സാഞ്ചി അവൻ ഫുൾ കലിപ്പില് ആളോട് പുറത്തേക്ക് പോകാൻ പറയും. അതിന് പപ്പ പറയും, ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും നീ കേൾക്കണം. സത്യത്തില് നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇത്രയും കാലവും കാത്തിരിക്കുകയായിരുന്നു. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതനുസരിച്ച് നന്നായിട്ട് ജീവിക്കുക. നമ്മുടെ ഈ ഫെസിലിറ്റിയും സെറ്റപ്പും ഒക്കെ നീ കണ്ടില്ലേ? ആർക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാണ് നമുക്കുള്ളത്. നമുക്ക് വേണ്ടി ഭരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് സബോർഡിനേറ്റ്സ്, സ്ലേവ്സ്. നമ്മളാരും മേലനങ്ങി ഒന്നും ചെയ്യണ്ട, ഇവരെ ജസ്റ്റ് റൂൾ ചെയ്താൽ മാത്രം മതി. അതിന് സാഞ്ചി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിന് എന്നെ ഈ മാരേജിന് വേണ്ടി ഇത്രയും ഫോഴ്സ് ചെയ്യുന്നു? നിങ്ങളുടെ ഈ സ്ലേവ് ഫോഴ്സ് അവറ്റകൾ ഉപയോഗിച്ച് തന്നെ നോർത്ത് ബ്ലൂ നിങ്ങൾക്ക് കാൻകർ ചെയ്തുകൂടെ? ഇത്ര എന്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു ഓർഗനൈസേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കേട്ട് അവന്റെ പപ്പ ചിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ പവർ അത് ആവശ്യമാണ്. മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ആളുകൾ റെഡി ആയിട്ട് പതുങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് മോമിന്റെ കൂടെ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല നമ്മൾ റോയൽ ഫാമിലി മെമ്പേഴ്സാണ്. നീയാണ് നമ്മുടെ ഫാമിലിയിൽ വെച്ച് ഒരു സ്പോയിൽ ബ്രെഡ്. അതുകൊണ്ടാണ് നിന്നെ തന്നെ ഇതിനുവേണ്ടി ഞങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചത്. നിന്റെ മുൻപിലും നമ്മുടെ മുൻപിലും വേറെ വഴിയില്ല. നീ ഇതിന് അംഗീകരിച്ചേ പറ്റൂ. ഇത്രയും കാലവും നീ കാരണം ഉണ്ടായ അപമാനം ഇതിലൂടെ മാറ്റപ്പെടും. സാഞ്ചിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് അവന്റെ ദേഷ്യവും ടെൻഷനൊക്കെ കൂടി വരികയാണ്. അടുത്ത നിമിഷം റീച്ചു അവന്റെ കയ്യിൽ 2 ബാംഗിൾസ് ഇട്ട് കൊടുക്കും. സാഞ്ചി ആണെങ്കിൽ ഈ ബാംഗിൾസ് മുൻപ് കണ്ടിട്ടുണ്ട്. ആക്ച്വലി സെലസ്റ്റിയൽ ഗാർഡിയൻസ് അവരുടെ സ്ലേവ്സിന് ഇട്ട് കൊടുക്കുന്ന അതേ ബാംഗിൾസ് ആണിത്. ഇതുപയോഗിച്ച് ഏത് സ്ലേവ്സിനെ പോലും സെലസ്റ്റിയൽ ഡ്രാഗൺസിന് നശിപ്പിക്കാനായിട്ട് കഴിയും. ഇപ്പോ സാഞ്ചി ഇവിടം വിട്ടുപോയ അടുത്ത നിമിഷം ആ 2 ബാംഗിൾസും പൊട്ടിത്തെറിച്ച് സാഞ്ചി മരണപ്പെടും. ഇതിന്റെ കീ ഉള്ളത് അത് ബിഗ് മോമിന്റെ അടുത്താണെന്ന് അവൾ പറയും. മറ്റൊന്നും നോക്കാതെ അത് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കും. ഉടനെ ഒരു ബീപ് സൗണ്ട് പുറത്തേക്ക് വരികയാണ്. അത് കേട്ട് റേച്ചി അത് ഓഫ് ചെയ്ത് അവനോട് പറയും, ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അത് പൊട്ടിക്കാൻ ശ്രമിച്ചാലും ഇത് പൊട്ടിത്തെറിക്കും. അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് നിന്റെ ജീവൻ നഷ്ടാവും. സാഞ്ചിയുടെ പപ്പയാണെങ്കിൽ അടിച്ചു പറയും, നിന്നെ കൊണ്ട് ഇനി രക്ഷപ്പെടാനാവില്ല. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നീ കൊല്ലപ്പെടും. ഇതിന്റെ കീ ഉള്ളത് ബിഗ് മോമിന്റെ അടുത്താണ്. സാഞ്ചി ഒരുപാട് ടെൻഷനിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അങ്ങനെ നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി. അവനാണെങ്കിൽ ചോപ്പറിനെ കാണുമ്പോൾ ചെറിയൊരു ആശ്വാസമാവും. ചോപ്പർ, നീ എവിടെയായിരുന്നു? ലൂഫിയും ടീമും അവരെവിടെ? ഇതിന് ആ ചോപ്പർ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും മറുപടി പറയാതെ 4 കാലില് അവിടുന്ന് ഓടുകയാണ്. അതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ ലൂഫിയും ചോപ്പറിനെ ഫോളോ ചെയ്ത് ഓടിക്കൊണ്ടേയിരിക്കും. ചോപ്പർ ആണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഇൻവിസിബിളായി ലൂഫിയുടെ തൊട്ടു പുറകിൽ വരും. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പോൾ ഒരു ഭാഗത്ത് നാമയെ കാണും, മറ്റൊരു ഭാഗത്ത് ക്യാരറ്റ്. അങ്ങനെ ഓരോരുത്തരെയും അവൻ ഓരോ ഭാഗത്തായിട്ട് കാണുകയാണ്. ലൂഫി ആണെങ്കിൽ അവരെ ഓരോരുത്തരെയും പിടിക്കാനായിട്ട് ശ്രമിക്കും. അതേസമയം ആ മരങ്ങള് അവറ്റകളാണെങ്കിൽ ലൂഫിയുടെ അവസ്ഥ കണ്ട് ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചി അവനാണെങ്കിൽ അവന്റെ 2 കൈയിലെയും ഹാൻഡ് കഫിലേക്ക് തന്നെ നോക്കും. ചെറുപ്പത്തില് എന്റെ ഫാമിലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ വന്നത് ആ ഷെഫിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം ആ ഷെഫാണ് അവനോട് സ്നേഹത്തിൽ പെരുമാറിയതും അവന്റെ പരുക്ക് പറ്റിയ കൈകളിൽ ബാൻഡേഡൊക്കെ ഒട്ടിച്ചു കൊടുത്തതും. അതിനുശേഷം കുക്കിംഗ് സ്കില്ലൊക്കെ അവനെ പഠിപ്പിച്ചു കൊടുത്ത് ഇപ്പോഴത്തെ സാഞ്ചിയാക്കി മാറ്റി. അങ്ങനെയുള്ള പ്രീഷ്യസ് കയ്യില് അവന്റെ പപ്പയും സിസ്റ്ററും ചേർന്ന് ഹാൻഡ് കഫ് ഇട്ടതിനെ ഓർത്ത് അവൻ ഒരുപാട് ദേഷ്യത്തിൽ തലയ്ക്ക് കൈ കൊടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.